എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലുള്ള സൈൻ വേവ് ഇൻവെർട്ടർ അല്ലെങ്കിൽ MPPTയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടർ ആയാലും MPPT ആയാലും ഇത് കാലിബ്രേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷൻ കൃത്യമാണോ എന്ന് അറിയുവാനായിട്ട് നമുക്ക് കൃത്രിമമായിട്ട് വോൾട്ടേജും ആംബിയറും സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അതായത് ഒരു സോളാർ കണക്ട് ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ ഇൻവെർട്ടർ ടെസ്റ്റ് ചെയ്യുമ്പോഴോ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് വേരിയബിൾ ഡിമ്മർ. അതായത് എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി ഡിമ്മറാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ഡിമ്മർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ ഒരു ചെറിയ ഡിമ്മറാണ്, ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാമെങ്കിലും ഇൻവെർട്ടറിൽ ഉപയോഗിക്കുമ്പോൾ ഹൈ ആംബിയറിൻ്റെ ആവശ്യം വരുന്നതിനാൽ നമ്മൾ ഇതിലൊരു പവർ ട്രാൻസ്ഫോമർ വെച്ചിട്ട് തന്നെയാണ് ഈ വേരിയബിൾ ഡിമ്മർ അല്ലെങ്കിൽ വേരിയാക്ക് ഫംഗ്ഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും നമുക്ക് വേണ്ടി വരുന്നത് സോളാർ ടെസ്റ്റിങ്ങിനാണ്. അതായത് ഒരു MPPT നിർമ്മിക്കുമ്പോൾ ഇല്ലെങ്കിൽ MPPT കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കുവാനായിട്ട് സോളാർ ചാർജ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സോളാർ നമുക്ക് കിട്ടുന്നത് പകൽ സമയം ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിലോ രാത്രിയിലോ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യുകയാണെങ്കിൽ സോളാർ ചാർജ് നിങ്ങൾക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുമ്പോൾ വോൾട്ടേജ് മാത്രമല്ല ഹൈ വോൾട്ടേജ് തന്നെ വേണ്ടി വരും. അതായത് അതിൻ്റെ VOC 2 പാനലോ 3 പാനലോ കൊടുക്കുമ്പോൾ 150 വോൾട്ട് വരെ പോകുന്നു. അപ്പോൾ ഈ 150 വോൾട്ട് DC തന്നെ നിങ്ങൾക്ക് കിട്ടിയാലേ ഈ ഒരു ടെസ്റ്റ് നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ VOC കൂട്ടിക്കൊടുക്കുന്ന തരത്തിലുള്ള ഹൈ ക്വാളിറ്റിയുള്ള ഹെവി ആയിട്ടുള്ള MPPT ആണെങ്കിൽ അതിൻ്റെ VOC 2 പാനൽ കൂട്ടിച്ചേർത്താൽ മാത്രമേ നമുക്കൊരു 90 വോൾട്ടൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ MPPTയൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് നല്ല ഹൈ വോൾട്ടേജിലാണെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ സുഗമമായിട്ട് നടക്കും. അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പാനലുകൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ആംബിയർ കിട്ടുകയുള്ളൂ എന്നുള്ളത്. സാധാരണ ഒരു പാനൽ അതിലെഴുതിയിരിക്കുന്നത് ഏകദേശം 10 ആംബിയറാണ്. അപ്പോൾ 10 ആംബിയർ 2 പാനലിൽ കൂട്ടിച്ചേർത്താൽ അത് 20 ആംബിയറായി. അപ്പോൾ 20 ആംബിയർ നമ്മൾ ഡയറക്റ്റ് ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ ഹൈ ആംബിയർ തന്നെ നമുക്ക് ഡയറക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. 2 പാനലുകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ MPPT ഫംഗ്ഷൻ ചെയ്യാനുള്ള വോൾട്ട് ചിലപ്പോൾ മതിയാകാതെ വരും. അപ്പോൾ 2 പാനലുകൾ 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 4 പാനലായി. അങ്ങനെ 2 പാനലുകൾ സീരീസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പാരലൽ ചെയ്യലും സീരീസ് ചെയ്യുന്നതിലുള്ള ഒരു വ്യത്യാസം, പാരലൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംബിയർ ഹൈ ആകുമെങ്കിലും സീരീസ് ചെയ്ത് കഴിഞ്ഞാലും ആംബിയർ ഹൈ ആകുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ MPPT എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ അതിൽ നടക്കുന്നത് മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ്. ഈ പാനലിൽ കൂടി എത്ര വോൾട്ടും എത്ര ആംബിയറും കടന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ MPPT അത് ക്രമീകരിച്ചാണ് നമ്മുടെ ബാറ്ററിയിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ 10 ആംബിയറുള്ള 2 പാനലുകൾ സീരീസ് കണക്ട് ചെയ്യുമ്പോൾ അത് ആക്ച്വലി 20 ആംബിയറിൻ്റെ പാനലാണെങ്കിലും 10 ആംബിയറാണ് അതിൽ കൂടി ഡയറക്റ്റ് കടന്നു വരുന്നതെങ്കിലും അതിൽ ഹൈ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹൈ വോൾട്ടേജിനെ മറക്കുവാൻ പാടില്ല. ഈ ഹൈ വോൾട്ടേജ് ഈ MPPTയിൽ വന്നിട്ട് നമ്മുടെ ബാറ്ററിക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി വരുന്ന വോൾട്ടേജ് ആംബിയറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബാറ്ററിയിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഈക്വലാണ്. അപ്പോൾ അങ്ങനെ ഇത് പാരലായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വലിയൊരു കഥയൊന്നുമില്ല. അപ്പോൾ ഈ MPPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുകുത്തിയാകും അങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് 2 പ്രക്രിയയും ഇതിൽ നടക്കുന്നത് കൊണ്ടാണ് ഇതിനെ MPPT എന്ന് തന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കോസ്റ്റും കൂടി വരുന്നത്. സാധാരണ സിംഗിൾ സ്റ്റേജുള്ള MPPT ഉണ്ട്, 3 സ്റ്റേജുള്ള MPPT ഉണ്ട്. അതായത് ആംബിയർ കൺവേർട്ട് ചെയ്യുന്ന സെക്ഷനാണത്. അപ്പോൾ ഈ 3 സ്റ്റേജുള്ള MPPT ആണ് കൂടുതലും നമ്മൾ വെക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എത്ര പാനൽ വേണമെങ്കിലും സീരീസ് ചെയ്യാം. കാരണം ഓഫ് ഗ്രിഡിൽ ഉപയോഗിക്കുന്നത് സീരീസ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ പിന്നെ അതിലും പറഞ്ഞുകൂടെ പാരലൽ ചെയ്ത് കൊണ്ടുപോകാൻ. നമുക്കിത് പാരലൽ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ഗ്രിഡ് സിസ്റ്റം ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് അത് സീരീസ് ചെയ്യുന്നത്. കാരണം ഒത്തിരി പാനലുകൾ അതിന് വേണ്ടി വരും. 5 kV ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് എന്തോരം പാനലുകൾ അതിൽ ആഡ് ചെയ്യണമെന്നത്. അപ്പോൾ മിനിമം നമ്മൾ 3 kV മുതൽ 5 kV വരെയൊക്കെയാണ് ഒരു വീട്ടിൽ ഓൺ ഗ്രിഡിന് ചെയ്യുന്നത്. ഓഫ് ഗ്രിഡിന് അത്രയും ആവശ്യമില്ല എങ്കിലും 1-2 പാനലുകൾ നിർബന്ധമായിട്ടും നമ്മൾ ഇവിടെ വെച്ചാൽ ഈ ഒരു പ്രക്രിയ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ
ഹൈ വോൾട്ടേജ് ഇതിൽ കൂടി കടത്തി വിടുവാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആംബിയറും കൂടി കടത്തി വിടുവാനായിട്ട് ഈ ഒരു വേരിയാക്ക് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ട് ഇത് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 ഭാഗങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾ ഇതിൻ്റെ 1-ാം ഭാഗമാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ 1-ാം ഭാഗം പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ഇതിൻ്റെ 2-ാം ഭാഗം കൂടി കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് A to Z ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വേരിയാക്ക് നമ്മൾ എങ്ങനെയാണ് അസംബിൾ ചെയ്തെടുക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളീ കാണുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഹൈ ആംബിയർ കൊടുത്തിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സർക്യൂട്ടാണിത്. ഇതാണ് വേരിയാക്ക് അല്ലെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ. ഇതുവഴിയാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അതിൽ കൊടുക്കാവുന്ന AC കോഡാണിത്. നമ്മളിവിടെ ഈ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ഇൻപുട്ടിലും 250 വോൾട്ടാണ്, ഔട്ട്പുട്ടിൽ 250 വോൾട്ടാണ്. ഇതിൽ കൊടുക്കുന്നത് ഇൻപുട്ട് എത്രയാണോ ഈ വേരിയാക്കിൽ നിന്നും വരുന്ന ഔട്ട് ഇതിൽ കൊടുക്കുന്നു. ഇതിൽ കൊടുക്കുന്നതനുസരിച്ച് ഔട്ട് കിട്ടുന്നു. പ്രൈമറിയിൽ കൊടുക്കുമ്പോൾ സെക്കൻഡറിയിൽ ഔട്ട് കിട്ടുന്നു. പ്രൈമറിയും സെക്കൻഡറിയും ഓരോ വൈൻഡിങ് ആയതുകൊണ്ട് സെയിം വോൾട്ടേജ് ആയിരിക്കും ഇപ്പുറത്ത് കിട്ടുന്നത്. ഇത് കോറ് 43-ൽ 4 ഇഞ്ച് ആയതുകൊണ്ട് ഹൈ ആംബിയർ ലഭിക്കുന്നു. ഇനി നമ്മളിത് ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ചിട്ടാണ് ഇത് DC ആക്കുന്നത്. ഇത് 5010 എന്നെഴുതിയിരിക്കുന്ന അതായത് 50 ആംബിയറിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണിത്. അപ്പോൾ ഇത് ഒരു ഹൈ ആംബിയറിൻ്റെ റെക്ടിഫയർ ആയതുകൊണ്ട് നല്ല ഹീറ്റ് സിങ്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹീറ്റ് സിങ്കിൽ ഈ റെക്ടിഫയർ ഈ കാണുന്ന ഹോളിൽ ഇവിടെ സ്ക്രൂ ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ക്യാബിനറ്റിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലാണ് ഈ ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന സെക്കൻഡറിയുടെ വയറുകൾ കൊടുക്കുന്നത്. ഇതിൽ നിന്നും വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ടാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. അപ്പോൾ DC മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ DC ഹൈലൈറ്റ് മീറ്ററാണ് അല്ലെങ്കിൽ LED മീറ്ററാണിത്. ഇത് മാക്സിമം 200 വോൾട്ട് DC വരെ അളക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൺട്രോൾ ചെയ്യുന്നത് 200 വോൾട്ടിൽ താഴെ ആയിരിക്കുള്ളൂ. മാക്സിമം ആയിരിക്കും 200 വോൾട്ട്. ഇതിൽ DC കൊടുക്കാനുള്ള 2 വയറുണ്ട്. ഇത് ഹൈലൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് തെളിഞ്ഞു കാണുവാനായിട്ടുള്ള AC ഇൻപുട്ട് 2 സൈഡിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കിവിടെ സോളാർ സിസ്റ്റം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ MPPTകൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻപുട്ട് സപ്ലൈ കൊടുക്കുവാനാണ് ഇങ്ങനെ ഒരു സർക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 200 വോൾട്ടിൽ താഴെ മതി. കാരണം നമ്മളുടെ VOC വരുന്നത് 200 വോൾട്ടാണ്. അതുകൊണ്ടാണ് 200 വോൾട്ടിൻ്റെ ഡിജിറ്റൽ DC മീറ്റർ വാങ്ങിച്ചിട്ടുള്ളത്. ഈ മീറ്റർ തന്നെ നമുക്ക് സെയിം അളവിൽ തന്നെ കിട്ടുന്നതാണ്. 1000 വോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 0 to 1000 വോൾട്ട് ആക്യുറസി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ 200 വോൾട്ടിൻ്റെ എടുത്തിരിക്കുന്നത്. കാരണം 1000 വോൾട്ടിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 50 വോൾട്ട് 60 വോൾട്ട് 100 വോൾട്ട് 110 വോൾട്ട് 200 വോൾട്ടിൽ താഴെ പിടിച്ചു കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് ഇതിൽ മെഷർ ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വോൾട്ട് കുറഞ്ഞത് എടുത്തിരിക്കുന്നത്. ഇതിൽ വെക്കുന്ന കൂളിംഗ് ഫാനാണ്. 3 ഇഞ്ച് കൂളിംഗ് ഫാൻ തന്നെയാണ്. പിന്നെ ഇതിലൊരു ഫീസ് ഹോൾഡർ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ സെക്കൻഡറിയിൽ നിന്ന് എടുക്കുന്ന ഒരു വയർ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്നാണ് ബ്രിഡ്ജ് റെക്ടിഫയറിലോട്ട് പോകുന്നത്. ഈ ഒരു ക്യാബിനിലാണ് നമ്മൾ ഈ വേരിയാക്ക് ട്രാൻസ്ഫോമർ ഹൈ പവർ ആംബിയർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾ സൈഡ്. ഇത് ഫ്രണ്ട് ഭാഗം. വേരിയാക്കിൻ്റെ നോബ് വരുന്ന ഒരു ഷീറ്റാണിത്. ഇങ്ങനെ വെച്ച ശേഷം ഇവിടെ മീറ്റർ ഇടുന്നു. അതായത് DC അളക്കാനുള്ള മീറ്റർ. ഇതിവിടെ വേരിയാക്ക് കൺട്രോൾ ചെയ്യാനുള്ള നോബും ഇവിടുത്തെ പാനലും വെക്കുന്നു. ഇതിൻ്റെ പിൻഭാഗത്ത് ഇവിടെ ഫീസ് ഹോൾഡർ ഇടുന്നുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫാനുണ്ട്. ഔട്ട് എടുക്കാനുള്ള കണക്ടറുണ്ട്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് വെക്കാനുള്ള 4 ബുഷാണിത്. നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ ഹെവി ആയതുകൊണ്ട് ഈ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തു. അതേപോലെ ഫാനും ഫിറ്റ് ചെയ്ത ശേഷം കണക്ഷൻ കൊടുക്കുന്ന ഇത് മാത്രമേ നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ. അതായത് ഇതിന് ഫിറ്റിംഗ് ചെയ്യുന്നത് വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഫിറ്റിംഗ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത വേരിയാക്ക് അല്ലെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ വിത്ത് ഹെവി ഡ്യൂട്ടി സോളാർ ടെസ്റ്റിംഗ് DC ഔട്ട്പുട്ട് 10 ആംബിയർ വരെ പോകുന്ന ചാർജിങ് പാനൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഒരു സോളാർ പാനലിൽ നിന്നും വൈദ്യുതി എടുത്തിട്ട് നമ്മുടെ MPPT വഴി ബാറ്ററി ചാർജ് ചെയ്യിക്കാം എന്നതാണ് ഇതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം. അതിനുപരിയായിട്ട് ഈ ട്രാൻസ്ഫോമറും മറ്റുള്ള ഘടകങ്ങളെല്ലാം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻവെർട്ടറിൻ്റെ ഹൈ കട്ട് ലോ കട്ടൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു 2-വേ കൺട്രോൾ സ്വിച്ച് വെച്ചിട്ട് ഈ ട്രാൻസ്ഫോമറിലോട്ട് പോകുന്ന ഇൻപുട്ട് കൺട്രോൾ ചെയ്യാം. അതായത് ഒരു ഡബിൾ പോൾ 2-വേ സ്വിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് എടുത്തിട്ട് ഡബിൾ പോൾ സ്വിച്ചിൻ്റെ 6 ലെഗുള്ള ഒരു ഭാഗത്ത് കൊടുക്കുക. അതായത് അടിയിൽ ഭാഗത്ത് കൊടുക്കാം. സെൻറ്ററിൽ ഇതിൽ വരുന്ന
ഔട്ട് എടുത്ത് കൊടുക്കാം. അതേപോലെ ആ സ്വിച്ചിൻ്റെ മറ്റേ അറ്റത്തുള്ള 2 ലെഗ് എടുത്തിട്ട്, അതായത് ഫേസ് ന്യൂട്രലായിരിക്കുള്ളൂ, അതെടുത്തിട്ട് ഒരു കണക്ടർ വെച്ചിട്ട് ഇതിൽ ഔട്ട് വെക്കാം. ഇപ്പോൾ ഈ സ്വിച്ച് തട്ടിയിട്ട് കഴിഞ്ഞാൽ AC ഔട്ട്പുട്ട് വേരിയബിൾ ട്രാൻസ്ഫോമർ വഴി കിട്ടുന്നതാണ്. അതായത് ഒരു 270 വോൾട്ട് വരെ കൂട്ടാവുന്നതാണ്. ഇപ്പോൾ സാധാരണ ഇൻവെർട്ടറിൻ്റെ ഹൈ കട്ട് ചെക്ക് ചെയ്യുന്നത് 260 വോൾട്ടിലാണ്. അതേപോലെ ലോ കട്ട് ചെക്ക് ചെയ്യുന്നത് 180 വോൾട്ടിലാണ്. അപ്പോൾ ഈ 2 ആവശ്യവും ഈ ഒരു വേരിയബിൾ ട്രാൻസ്ഫോമർ വഴി സാധ്യമാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫോമറിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും കടക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു വലിയ ട്രാൻസ്ഫോമർ, അതായത് 43-ൽ 4 ഇഞ്ചാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം. ഇതിൽ വന്നിരിക്കുന്നത് പ്രൈമറി സെക്കൻഡറിയും ഓരോ വൈൻഡിങ് ആണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഡീറ്റെയിൽ മുമ്പ് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലോട്ട് കടക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു സോളാർ ടെസ്റ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് അസംബിൾ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഒരു സിസ്റ്റം നമ്മളിത് A to Z അസംബിൾ ചെയ്യുന്നത് ഡയറക്റ്റ് കാണിക്കുമ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടുന്നത് കൊണ്ട് ഓൾറെഡി ഇതിലോട്ട് എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ഷൻ കൊടുത്തത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ കാണുവാനും വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. കാരണം A to Z ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് ലൈനുകളെല്ലാം നോക്കി ഇതെല്ലാ കമ്പോണൻസ് ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് വളരെയധികം സമയമെടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രക്രിയ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കാതിരിക്കാനാണ് ഇതിൻ്റെ കണക്ഷൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ഇതിൽ വരുന്നത് ഒരു AC ഇൻപുട്ട് വയറാണ്. ഇതൊരു 3 കോർ ഇൻപുട്ട് വയറാണ്. അപ്പോൾ ഇത് മോൾഡഡ് വയറാണ്. ക്വാളിറ്റിയുള്ള വയർ തന്നെ എടുക്കുക. അപ്പോൾ ഇതിൽ വരുന്നത് 3 പിൻ ആയതുകൊണ്ട് ഒരു ഫേസ്, ഒരു ന്യൂട്രല്, ഒരു എർത്ത് ലൈൻ. അപ്പോൾ എർത്ത് ലൈൻ നമ്മൾ നേരെ ബോഡിയായ ട്രാൻസ്ഫോമറിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ A to Z ഇത് പ്രൊട്ടക്ഷനായി. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു ട്രാൻസ്ഫോമർ, ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇത്രയും ഭാഗം മെറ്റൽ ആയതുകൊണ്ട് ഇത് വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കാണുവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ വെച്ചിരിക്കുന്നത്. വർക്കിംഗ് കണ്ടീഷനിൽ പേപ്പർ മാറ്റേണ്ടതാണ്. അപ്പോൾ ഇൻപുട്ട് വയർ നമ്മൾ ഇവിടെയുള്ള ഹോൾ വഴി എടുത്ത് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട് പുറകിൽ. ആ സ്വിച്ചിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്വിച്ച് ബാക്ക് സൈഡ് പിന്നെ പരിചയപ്പെടാം. അതേപോലെ ആ സ്വിച്ചിൽ നിന്നും വരുന്ന ഔട്ട് എടുത്തിട്ടാണ് ഈ വേരിയാക്ക് അല്ലെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫേസ് ആണ് ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത്. വേരിയാക്കിൻ്റെ ലൈനെല്ലാം നേരത്തെ പരിചയപ്പെടുത്തിയുകൊണ്ട് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ന്യൂട്രലി കോമൺ ആയതുകൊണ്ട് ഇവിടെ ഏറ്റവും താഴ്ഭാഗത്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ 2 എൻഡിലാണ് നമ്മളിവിടെ ലൈൻ കൊടുക്കുന്നത്. അതായത് ഇൻപുട്ട് കോമൺ ന്യൂട്രലും ഇൻപുട്ട് ഫേസും. ഇൻപുട്ട് ഫേസ് 2 ലൈൻ കൊടുക്കാനുള്ളതുണ്ട്. നമുക്ക് വോൾട്ടേജ് കൂട്ടാനുള്ളതാണ്. അതായത് ഈ വരുന്ന ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിൽ ഇടയ്ക്ക് ടാപ്പിംഗ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ഭാഗത്താണ് 270 വോൾട്ട് കൊടുക്കാനുള്ള ടാപ്പിംഗ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് AC ഔട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ അതായത് DC വരുമ്പോൾ അത്രയും വോൾട്ടേജിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം അത്രയും വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഔട്ട് കിട്ടുന്നത് ഏകദേശം 350 വോൾട്ട് വരെ കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് ഏകദേശം 300-310 വോൾട്ട് വരെയൊക്കെയാണ് കിട്ടുന്നത്. ഇനി നമ്മളിത് ഡയറക്റ്റ് ഇവിടുത്തെ ബോഡിയിൽ പിടിപ്പിച്ചിരിക്കുകയാണ്, ട്രാൻസ്ഫോമർ ബേസിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഈ കാണുന്നത് DC വോൾട്ട് മീറ്റർ ആണ്. അപ്പോൾ ഈ DC വോൾട്ട് മീറ്റർ നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 200 വോൾട്ട് DC ആണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത് 310 വോൾട്ട് വരെയാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. 310 വോൾട്ട് DCയുടെ ആവശ്യം വരാത്തത് കൊണ്ട് നമുക്കൊരു 200 വോൾട്ടിൽ താഴെ മതി സോളാർ പാനലുകളിൽ നിന്നുള്ള കിട്ടുന്ന വൈദ്യുതി വെച്ചിട്ട് നമ്മുടെ MPPT ചാലുവാക്കാനായിട്ട്. അതായത് VOC മാക്സിമം വരുന്നത് 200 വോൾട്ടാണ്. അപ്പോൾ 200 വോൾട്ടിൽ താഴെയാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ നോബ് തിരിക്കുന്നതനുസരിച്ചാണ് വോൾട്ടേജ് കൂടി വരുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് ഡിജിറ്റലായിട്ട് കൂടി വരുന്നത് ഇതിൽ ഒരു കാർബൺ കിടന്ന് ഉരഞ്ഞിട്ടാണ്. അതായത് ഈ വൈൻഡിങ്ങിൽ കാർബൺ കിടന്ന് ഉരഞ്ഞിട്ടാണ്. അപ്പോൾ ഉരഞ്ഞ് ഈ ഭാഗത്തെത്തുമ്പോഴാണ് അതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺട്രോൾ ചെയ്യുവാനായിട്ട് ഇവിടെ ഒരു PCB വെച്ചിട്ട് ഇവിടെ ഈ ട്രാൻസ്ഫോമറിൽ നെട്ടും ബോൾട്ടും ഇട്ടിട്ടാണ് ഈ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ തിരിക്കുമ്പോൾ, അതായത് ഇതിൻ്റെ നോബ് തിരിക്കുന്നതനുസരിച്ച് കാർബൺ ഉരഞ്ഞ് ഇവിടെ വന്നിട്ട് ഇതിൽ ടച്ചായിട്ട് ലോക്കാകുന്നു. അപ്പോൾ ഇതിൽ ടച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാം അവിടെ സ്റ്റോപ്പർ വെച്ചിട്ടുണ്ടെന്ന്. കൂടുതലായിട്ട് തിരിച്ചാൽ ചിലപ്പോൾ ഇത് പൊട്ടിയിട്ട് ഇപ്പുറത്തോട്ട് വരും. കാരണം ഈ കാർബൺ വന്നിരിക്കുന്ന ഒരു മെറ്റൽ നോബിലാണ്.
അപ്പോൾ നമുക്കിത് ഈ ഭാഗത്ത് വരുന്നത് വരെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ തന്നെ ഏകദേശം 200 വോൾട്ട് അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റോപ്പർ വെച്ചിരിക്കുന്നത്. പിന്നെ 200 വോൾട്ട് വെച്ചതിൻ്റെ ഒരു കാര്യം, നമ്മുടെ ഈ DC വോൾട്ട് മീറ്റർ 200 വോൾട്ടാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. DC വോൾട്ട് മീറ്റർ 1000 വോൾട്ടിനനുസരിച്ചുള്ളതുണ്ട്, അതായത് 0 to 1000. അപ്പോൾ 1000 വോൾട്ട് വെച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇവിടെ വരാവുന്നത്, MPPT ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറസി കിട്ടുന്നതിന് വേണ്ടി DC വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ അതിനൊരു മിനിമം അല്ലെങ്കിൽ ഒരു മാക്സിമം ലെവലുണ്ട്. 200 വോൾട്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഈ മീറ്ററിന് പകരം 1000 വോൾട്ട് വെച്ചാൽ ഈ വേരിയാക്കിൽ നിന്നും വരുന്ന ഔട്ട് ഇതിൽ കൂടി കയറി വരുമ്പോൾ ഇതിൽ മെഷർ ചെയ്യുന്നത് 10% മൈനസോ പ്ലസോ ആവും. അപ്പോൾ അത്രയും ആക്യുറസി കുറയും. അപ്പോൾ ഈ ഒരു മീറ്റർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 വോൾട്ട് മുതൽ ഏകദേശം നമ്മുടെ 200 വോൾട്ട് വരെ ഷാർപ്പ് ആക്യുറസിയാണ്. അതായത് നിങ്ങളുടെ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുന്ന സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെയും കാണിക്കുന്നത്. പിന്നെ ഇവിടെ 1000 വോൾട്ടേജ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 1000 വോൾട്ടേജ് വെക്കുമ്പോൾ ഒരു 200-നും 300-നും മേലിലോട്ടൊക്കെ ആണെങ്കിൽ ഒരുവിധം ആക്യുറസി കിട്ടുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് ഒരു വേരിയാക്ക് അസംബിൾ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ 1ാം ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ തുടർഭാഗമായ 2ാം ഭാഗവും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.